സിദ്ധാർത്ഥ് IAS എന്ന ജില്ലാ കളക്ടറുടെ ലോകം കൃത്യമായി നിർവചിക്കപ്പെട്ടതായിരുന്നു. അതിലെ മനുഷ്യർക്ക് പേരുകളേക്കാൾ പദവികളായിരുന്നു മുഖ്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വ്യവസായിയുടെ മകൾ. പേര് ദിവ്യ. അവിടുത്തെ നിയമങ്ങൾ സിദ്ധാർത്ഥിനേക്കാൾ ദിവ്യയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അവളുടെ സംസാരത്തിലും ചലനങ്ങളിലും ആ അധികാരത്തിൻ്റെ ഗർവുണ്ടായിരുന്നു. അവരുടെ സുഹൃത്തുക്കൾ എന്നു പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വ്യവസായികൾ, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയവരായിരുന്നു. ഇവരുടെ ഇടയിൽ ചേരാത്ത ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സിദ്ധാർത്ഥിൻ്റെ അമ്മ ഓമനയമ്മ. ഓമനയമ്മ ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. അവരുടെ ലോകം സ്കൂളിലെ കൊച്ചു കുട്ടികളും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അടുക്കളയും പിന്നെ ചെടികളും ഒക്കെയായിരുന്നു. സാധാരണ ഒരു വീട്ടമ്മ. ആർഭാടത്തിലും ആഡംബരത്തിലുമൊന്നും താല്പര്യമില്ലാതിരുന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്നു. അച്ഛൻ മരിച്ചതോടെ ഒറ്റയ്ക്കായ അമ്മയെ കൂടെ കൊണ്ടുവരാൻ സിദ്ധാർത്ഥ് നിർബന്ധിതനായി. പക്ഷേ ഇത് ദിവ്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം സിദ്ധാർത്ഥിനോട് ദിവ്യ പറഞ്ഞു: "സിദ്ധാർത്ഥ്, നാളെ നടക്കുന്ന പാർട്ടിയിൽ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള VIP-കളാണ് വരുന്നത്. അമ്മയോട് മുറിയിൽ നിന്നും വെളിയിൽ വരരുതെന്ന് നീ പറയണം. കഴിഞ്ഞയാഴ്ചത്തെ കാര്യം നിനക്ക് ഓർമ്മയില്ലേ?" കഴിഞ്ഞയാഴ്ച സിദ്ധാർത്ഥിൻ്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും വീട്ടിൽ വന്നപ്പോൾ അമ്മ അവരോട് നാട്ടിലെ കാര്യങ്ങളും സിദ്ധാർത്ഥിൻ്റെ ചെറുതിലെയുള്ള കാര്യങ്ങളും ഒക്കെ വാതോരാതെ പറഞ്ഞു. അത് കേട്ട് അവരും ചിരിച്ചു. പക്ഷേ സിദ്ധാർത്ഥിനും ദിവ്യയ്ക്കും തോന്നിയത് അവരെ പരിഹസിക്കുന്നതായിട്ടാണ്. അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാകില്ല, പാവമാണ് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ ദിവ്യ പറഞ്ഞത്: "മനസ്സിലാവാത്തത് അമ്മയ്ക്കല്ല, നിങ്ങൾക്കാണ്. അമ്മയുടെ നാട്ടിൻപുറത്തെ സംസാരം നമുക്ക് ചേരില്ല. നമ്മുടെ കൂടെ ഉള്ളത് വലിയ വലിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മളും അതിനൊപ്പം നിന്നേ പറ്റുള്ളൂ." ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ദിവ്യ പറയുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നി. അമ്മ നാണക്കേട് എന്ന് അവന് തോന്നിത്തുടങ്ങി. പാർട്ടി തുടങ്ങിയപ്പോൾ VIP-കളായ ആൾക്കാരെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു സിദ്ധാർത്ഥും ദിവ്യയും. ദിവ്യയുടെ കർശന നിർദ്ദേശം മറന്നു ഓമനയമ്മ പുറത്തു വന്നു ആൾക്കാരുമായി സംസാരിക്കുന്നത് ദിവ്യ കണ്ടു. മന്ത്രിയുടെ ഭാര്യയോട് മോൻ്റെ കുട്ടിക്കാലത്തെ വികൃതികളെക്കുറിച്ച് അവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ട മന്ത്രിയുടെ ഭാര്യ ചിരിയോടെ സിദ്ധാർത്ഥിനെ നോക്കി. തന്നെ നോക്കി അവർ പരിഹസിക്കുകയാണെന്ന് തോന്നിയ സിദ്ധാർത്ഥിന് ആ നിമിഷം ഭൂമി പിളർന്ന് പാതാളത്തിലോട്ട് പോയെങ്കിൽ എന്ന് തോന്നിപ്പോയി. ദിവ്യ ദേഷ്യം കൊണ്ട് വിറച്ചു. പാർട്ടി കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ദിവ്യ സിദ്ധാർത്ഥിനോട് ദേഷ്യത്തിൽ സംസാരിച്ചു: "നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ ആരാണ്? നിന്റെ ചെറുപ്പത്തിലെ കഥ കേൾക്കാനാണോ അവർ ഇവിടെ വന്നത്?" ദിവ്യ അലറി: "അത് അമ്മയുടെ സ്നേഹമാണെന്ന് നീ അത് മനസ്സിലാക്കണം." സിദ്ധാർത്ഥ് ദിവ്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദിവ്യ ഒട്ടും താണില്ല. ഒന്നുകിൽ ഈ വീട്ടിൽ അവർ, അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് സിദ്ധാർത്ഥിന് ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കാം, ദിവ്യ പറഞ്ഞു. അന്ന് രാത്രി സിദ്ധാർത്ഥിന് ഉറങ്ങാൻ സാധിച്ചതേയില്ല. ഒരു വശത്ത് തന്നെ കഷ്ടപ്പെട്ട് ഇത്രത്തോളം പഠിപ്പിച്ച് വലുതാക്കിയ തൻ്റെ പെറ്റമ്മ, മറുവശത്ത് തൻ്റെ പദവിയും മറ്റു സ്ഥാനമാനങ്ങളും. ഒടുവിൽ സിദ്ധാർത്ഥ് രണ്ടാമത്തേതിന് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. സിദ്ധാർത്ഥ് അമ്മയെ വിളിച്ചു പറഞ്ഞു: "അമ്മേ, നമുക്ക് ഒരിടം വരെ പോകാം." അമ്മ നിഷ്കളങ്കമായി ചോദിച്ചു: "എവിടേക്കാണ് മോനെ?" "അമ്മേ, അത് ഒരു ആശ്രമം പോലത്തെ സ്ഥലമാണ്. അമ്മയ്ക്ക് അവിടെ ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. പോയി നോക്കാം. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് തിരികെ വരാം." അവസാനത്തെ വാചകം ഒരു കള്ളമാണെന്ന് അവനറിയാമായിരുന്നു. അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളം ഒന്ന് പിടച്ചു. നഗരത്തിൽ നിന്നും മാറി ഗ്രാമത്തിൻ്റെ പച്ചപ്പിൽ ഒരു കെട്ടിടം. നല്ല ഭംഗിയുള്ളതായിരുന്നു. പുറം മനോഹരമായിരുന്നു. എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു മൗനം എല്ലായിടത്തും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവിടുത്തെ മാനേജരെ കണ്ടു. ഫീസ് അടച്ചു. അമ്മയെ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യമില്ലാതെ അവിടെ നിന്നും പോയി. വൃദ്ധസദനത്തിൽ ഓമനയമ്മ എല്ലാവർക്കും ഒരമ്മയായി മാറി. ആരെങ്കിലും വിഷമിച്ചാൽ ആശ്വസിപ്പിക്കും, രോഗികളെ നോക്കും. പക്ഷേ എല്ലാ രാത്രിയും മകൻ്റെ ബാല്യകാല ഫോട്ടോ നോക്കി കരയും. കാലം കടന്നുപോയി. ഒരു ദിവസം ജില്ലയിലെ മികച്ച വൃദ്ധസദനത്തിനുള്ള പുരസ്കാരം നൽകാൻ കളക്ടർ സിദ്ധാർത്ഥ് അതേ വൃദ്ധസദനത്തിലെത്തി. ചടങ്ങിൽ എല്ലാവരും സന്തോഷിച്ചെങ്കിലും ഓമനയമ്മ കൂട്ടത്തിനിടയിൽ നിശബ്ദമായിരുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം വൃദ്ധസദനത്തിൻ്റെ മാനേജർ ഒരു കവർ സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ കൊടുത്തു. "സാർ, ഇത് നിങ്ങളുടെ അമ്മ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അവർ മരിച്ച ശേഷം മാത്രമേ മകന് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇത് ഇവിടെ വച്ച് നിങ്ങൾക്ക് തരികയാണ്." വിറയ്ക്കുന്ന കൈകളോടെ സിദ്ധാർത്ഥ് ആ കത്ത് വായിച്ചു. "മോനെ, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ആഭരണങ്ങൾ വിറ്റും സ്കൂളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടും ചില ദിവസങ്ങളിൽ പട്ടിണി കിടന്നുമാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. ഇന്ന് നീ 4 പേർ അറിയുന്ന ഉന്നതരായ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന നല്ല ജോലിയുള്ള ഒരാളായി മാറിയതിൽ ഈ അമ്മ സന്തോഷിക്കുന്നു. നിന്റെ വീട്ടിൽ ഞാനില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ മരിക്കുവോളം നീയുണ്ടാകും."
ഓരോ വരിയും സിദ്ധാർത്ഥ് വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മ തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എല്ലാം ഓരോന്നായി ഓർമ്മയിൽ തെളിഞ്ഞു. ചടങ്ങ് അവസാനിച്ച ഉടനെ അദ്ദേഹം എല്ലാവരുടെയും മുൻപിൽ വച്ച് അമ്മയുടെ കാലിൽ വീണു. "അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ ഉദ്യോഗസ്ഥനായെങ്കിലും നല്ലൊരു മകനാകാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല." ഓമന അമ്മ മകനെ എഴുന്നേൽപ്പിച്ചു നെറ്റിയിൽ ചുംബിച്ചു. തെറ്റ് മനസ്സിലാക്കി തരുന്ന മക്കളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ കളക്ടർ സിദ്ധാർത്ഥ് അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമുള്ള എല്ലാ സർക്കാർ യോഗത്തിലും അദ്ദേഹം ഒരു വാചകം പറയുമായിരുന്നു: വൃദ്ധസദനങ്ങൾ ആവശ്യമാകാം, പക്ഷേ സ്നേഹമുള്ള മക്കളാണ് മാതാപിതാക്കളുടെ യഥാർത്ഥ വീട്. മാതാപിതാക്കൾ നമ്മുടെ വിജയത്തിൻ്റെ അടിത്തറയാണ്. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ഏറ്റവും ആവശ്യമായത് പണത്തേക്കാൾ സ്നേഹവും കരുതലുമാണ്.